നമ്മുടെ PSCയുടെ ഭാഗത്തുള്ള നവോത്ഥാന നായകന്മാർ എന്ന ഭാഗത്തു നിന്നുള്ള PSC മുൻകാലങ്ങളിൽ ചോദിച്ച 2024, 23, 22 അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാരത്തോൺ സെഷനാണ് ഇത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തി ആരാണ്? നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താൻ്റെ പേരിൽ ജീവചരിത്രം എഴുതിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ബാബു തോമസ് ആണ് കേട്ടോ. ബാബു തോമസ് ആണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താൻ്റെ പേരിൽ ജീവചരിത്രം എഴുതുന്നത്. അപ്പം നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് വെച്ചാൽ അത് കുറുമ്പൻ ദൈവത്താൻ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: ഹിന്ദു പുലിയ സമാജം സ്ഥാപിച്ച വ്യക്തി ആരായിരുന്നു? ഹിന്ദു പുലിയ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാ? PSC മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു പോകും കേട്ടോ. 2. ഹിന്ദു പുലിയ മഹാസമാജം സ്ഥാപിച്ച വ്യക്തി ആരാ? കുറുമ്പൻ ദൈവത്താനാണ്. ഹിന്ദു പുലിയ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാ? കുറുമ്പൻ ദൈവത്താനാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം: 1970 കേരള പുലിയ മഹാസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? 1970 കേരള പുലിയ മഹാസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? PK ചാത്തം മാസ്റ്റർ ആണല്ലേ. PK ചാത്തം മാസ്റ്റർ ആണ് 1970 കേരള പുലിയ മഹാസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? PK ചാത്തൻ മാസ്റ്റർ. നാലാമത്തെ ചോദ്യം: മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര് തന്നെയാണ്? PK ചാത്തൻ മാസ്റ്റർ തന്നെയാണ് കേട്ടോ. PK ചാത്തൻ മാസ്റ്റർ തന്നെയാണ് മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം: ഉപ്പു സത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ലാത്തി ചാർജിൽ അംഗവൈകല്യം സംഭവിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ലാത്തി ചാർജിൽ അംഗവൈകല്യം സംഭവിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് കേട്ടോ. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉപ്പു സത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ലാത്തി ചാർജിൽ അംഗവൈകല്യം സംഭവിച്ച നവോത്ഥാന നായകനാണ് ആര്? കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഇനി ആറാമത്തെ ചോദ്യം: ഗാന്ധിജി ഖാദി വ്യവസായത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ പ്രമുഖ വ്യക്തി ആരാണ്? ഗാന്ധിജിയുടെ ഖാദി പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ പ്രമുഖ വ്യക്തി ആരാണ്? അതും കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് കേട്ടോ. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ഗാന്ധിജിയുടെ ഖാദി പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ പ്രമുഖ വ്യക്തി ആരാന്ന് വെച്ചാൽ ആര് തന്നെയാ? കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ഏഴാമത്തെ ചോദ്യം: KP കേശവമേനോൻ തൻ്റെ ഇംഗ്ലണ്ട് ജീവിതത്തെക്കുറിച്ച് എഴുതിയ കൃതി ഏതാണ്? KP കേശവമേനോൻ തൻ്റെ ഇംഗ്ലണ്ട് ജീവിതത്തെക്കുറിച്ച് എഴുതിയ കൃതി ഏതായിരുന്നു? ബിലാത്തി വിശേഷമാണ്. ഓപ്ഷൻ ഡി ബിലാത്തി വിശേഷമാണ്. ബിലാത്തി വിശേഷം എന്തിനാ ആസ്പദമാക്കിയിട്ട? ഇംഗ്ലണ്ട് ജീവിതത്തെക്കുറിച്ച് KP കേശവമേനോൻ എഴുതിയ തൻ്റെ ഇംഗ്ലണ്ട് ജീവിതത്തെക്കുറിച്ചിട്ട് KP കേശവമേനോൻ എഴുതിയ കൃതിയാണ് ഇത് ബിലാത്തി വിശേഷം. ഈ KP കേശവമേനോൻ തന്നെയാണ് 1921 മാപ്പിള കലാപം നടക്കുമ്പോൾ KPCCയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ആര്? KP കേശവമേനോൻ. ഇദ്ദേഹം 1923 മാതൃഭൂമി പത്രം സ്ഥാപിച്ചു അല്ലെ. 1921 മാപ്പിള കലാപം നടക്കുമ്പോൾ KPCCയുടെ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ ആരാ? KP കേശവമേനോനാണ്. ഇദ്ദേഹം തന്നെയാണ് മാതൃഭൂമി പത്രം സ്ഥാപിക്കുന്നത് അല്ലേ. ഏതാ വർഷം? 1923. ഇനി KP കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? KP കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? കഴിഞ്ഞ കാലമാണ്. ഓപ്ഷൻ എ കഴിഞ്ഞ കാലം. KP കേശവമേനോന് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഇത് കഴിഞ്ഞ കാലം. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നവരാ KP കേശവമേനോൻ അല്ലേ. KP കേശവമേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ KP കേശവമേനോനാണ്. അപ്പോൾ KP കേശവമേനോനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? KP കേശവമേനോൻ തൻ്റെ ഇംഗ്ലണ്ട് ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവരെഴുതിയ കൃതി ഏതായിരുന്നു? ബിലാത്തി വിശേഷം. അതുപോലെ 1921 മാപ്പിള കലാപം നടക്കുന്ന സമയത്ത് KPCC
IPCCയുടെ സെക്രട്ടറി ആരാ? KP കേശവമേനോനാണ്. 1923 അദ്ദേഹം മാതൃഭൂമി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചു. KP കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഇത് കഴിഞ്ഞ കാലമെന്നും. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനാണ്. അതുപോലെ കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? KP കേശവമേനോനാണ്. ഇനി യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ആരായിരുന്നു യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്? ആരാ? MC ജോസഫ് അല്ലെ? MC ജോസഫാണ് യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയ വ്യക്തിയാണ്. ആര്? യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയ വ്യക്തി ആരാ? MC ജോസഫാണ്. അതുപോലെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് MC ജോസഫിനെ വിശേഷിപ്പിച്ച വ്യക്തിയുണ്ട്. അതാരാന്നറിയോ? അത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് കേട്ടോ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നത്? MC ജോസഫിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്നത് ആരാ? MC ജോസഫാണ്. യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയ വ്യക്തി ആരാ? MC ജോസഫാണ്. സഹോദരൻ അയ്യപ്പനോടും ചേർന്നിട്ട് യുക്തിവാദി മാസിക ആരംഭിച്ചു. ആര്? MC ജോസഫ്. അപ്പോൾ സഹോദരൻ അയ്യപ്പനും MC ജോസഫും കൂടി ചേർന്നിട്ട് ആരംഭിച്ച മാസികയാണ് ഇത് യുക്തിവാദി എന്ന് പറയുന്നത്. യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്നത് ആരാ? MC ജോസഫാണ്. സഹോദരൻ അയ്യപ്പനും അതുപോലെ MC ജോസഫും ചേർന്ന് നിർമ്മിച്ച മാസികയാണ് ഇത് യുക്തിവാദി എന്ന് പറയുന്നത്. യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാ? MC ജോസഫാണ്. ഇനി 16ാമത്തെ അടുത്ത ചോദ്യം, തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ളയാണ് അല്ലെ? GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാര? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി ആരാ? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാ? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഒരു രാജ്യസ്നേഹി എന്ന തൂലികാ നാമത്തിൽ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. ഒരു രാജ്യസ്നേഹി എന്ന തൂലികാ നാമത്തിൽ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ആര്? ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ തൂലികാ നാമത്തിൽ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. പ്രശസ്ത ഭാരതീയരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി രചിച്ചിട്ടുണ്ടായിരുന്നു. പ്രശസ്ത ഭാരതീയരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി രചിച്ചതാരാ? ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ആ സമയത്താണ് ഏത് പറയുന്നത്? തിരുവിതാംകൂറുകാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ? തിരുവിതാംകൂറുകാർക്ക് എന്നതിൻ്റെ ഉപജ്ഞാതാവാര? അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതേപോലെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. പ്രശസ്ത ഭാരതീയരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി രചിച്ചത് GP പിള്ളയാണ്. ഒരു രാജ്യസ്നേഹിയിലെ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച തൂലികാനാമമാണ് എന്ത്? ഒരു രാജ്യസ്നേഹി എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളിയാണ് ആര്? GP പിള്ള. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി 1885 പൂനെയിൽ നടന്ന INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദാസ് ക്യാപിറ്റൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സംഘത്തിൻ്റെ ചീഫ് എഡിറ്റർ ആരാണ്? ദാസ് ക്യാപിറ്റൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സംഘത്തിൻ്റെ ചീഫ് എഡിറ്റർ ആരായിരുന്നു? കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് കേട്ടോ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ദാസ് ക്യാപിറ്റൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സംഘത്തിൻ്റെ ചീഫ് എഡിറ്ററായ വ്യക്തിയാണ് ആര്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനായ വ്യക്തി ആരാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ ആരായിരുന്നു? സഖാവ്
പി കൃഷ്ണപിള്ളയാണ് അല്ലേ, പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനായ വ്യക്തിയാണ് ആര്, പി കൃഷ്ണപിള്ള. ഇദ്ദേഹം സഖാവ് എന്നറിയപ്പെട്ടിരുന്നു അല്ലേ, സഖാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്, പി കൃഷ്ണപിള്ള. അതുപോലെ 1939 പിണറായിയിൽ വെച്ച് രൂപീകരിച്ച കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ ആരാ, പി കൃഷ്ണപിള്ള തന്നെയാണ്. അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാര്, പി കൃഷ്ണപിള്ള. സഖാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1939 പിണറായിലെ കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ വെച്ച് രൂപീകരിച്ച കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ ആര് തന്നെയായിരുന്നു, അതും പി കൃഷ്ണപിള്ള തന്നെയായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണം, ഹിന്ദി പ്രചാരണം, ഖാദി പ്രചാരണം, അയിത്തോച്ചാരണം എന്നീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? കേരളത്തിൽ ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണം, ഹിന്ദി പ്രചാരണം, ഖാദി പ്രചാരണം, അയിത്തോച്ചാരണം എന്നീ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ആരായിരുന്നു? ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് കേട്ടോ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണം, ഹിന്ദി പ്രചാരണം, ഖാദി പ്രചാരണം, അയിത്തോച്ചാരണം ഇതിനൊക്കെ കേരളത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. അതുപോലെ പാലക്കാട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാന്ന് വെച്ചാൽ ആര് തന്നെയാണ്, ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. പാലക്കാട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാ, അതും ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. ഉപ്പു സത്യാഗ്രഹ സമയത്ത് 40 അനുയായികളുമായിട്ട് പാലക്കാട് ശബരി ആശ്രമത്തിൽ നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പു സത്യാഗ്രഹ സമയത്ത് 40 അനുയായികളുമായിട്ട് എവിടെ മുതൽ എവിടെ വരിക, പാലക്കാട് ശബരി ആശ്രമത്തിൽ നിന്ന് പയ്യന്നൂരിലേക്ക് അല്ലെ. കേരളത്തിൽ നമ്മുടെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ വേദിയായിരുന്നു ഇവിടെ പയ്യന്നൂർ. അപ്പം പാലക്കാട് ശബരി ആശ്രമത്തിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തിയാണ് ആര്, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതുമാര് തന്നെയായിരുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്? പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്? ആരാ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? സി കേശവൻ അല്ലെ, സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി എന്ന് പറയുന്നത്. സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? സി കേശവനാണ്. സി കേശവന്റെ ആത്മകഥയാണ് എന്ത്, എൻ്റെ ജീവിതകഥയല്ല, 1 മിനിറ്റ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് എന്താ, ആത്മകഥ ജീവിത സമരമാണ് കേട്ടോ, ജീവിത സമരമാണ്. ജീവിത സമരമാണ് സി കേശവന്റെ ആത്മകഥ. എന്താ, ജീവിത സമരമാണ്. സിംഹള സിംഹം എന്നറിയപ്പെട്ടതാരാ? സി കേശവനാണ്. അതുപോലെ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വർഷം ഏതാ? 1935 കേട്ടോ. 1935 അദ്ദേഹം പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത്. സി കേശവന്റെ ജന്മസ്ഥലം ചോദിച്ചിട്ടുണ്ട്, മയ്യനാടാണ് കേട്ടോ, മയ്യനാട്. അപ്പം കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി ആരാ? സി കേശവനാണ്. നടന്ന വർഷം ഏതാ കോഴഞ്ചേരി പ്രസംഗം? 1935. ഇദ്ദേഹം അറിയപ്പെടുന്നത് സിംഹള സിംഹം അല്ലെ, സിംഹള സിംഹം എന്നറിയപ്പെടുന്ന ആരാ? സി കേശവനാണ്. അതുപോലെ സി കേശവന്റെ ആത്മകഥയാണ് ഇത്, ജീവിത സമരം. ജീവിത സമരം ആരുടെ ആത്മകഥയാ? സി കേശവന്റെ ആത്മകഥയാണ്. അതുപോലെ സി കേശവന്റെ ജന്മസ്ഥലം എവിടെയാന്ന് വെച്ചാൽ എവിടെയാ? മയ്യനാടാണ്. ഇനി അടുത്ത ചോദ്യം, സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ആരാണ്? സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ആരാണ്? ആരാ? അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചതാരാ? അയ്യത്താൻ ഗോപാലനാണ്. അതുപോലെ സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചതും ആര് തന്നെയാ? അയ്യത്താൻ ഗോപാലനാണ്. ചോദിച്ചിട്ടുണ്ട്, സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചതാരാ? അയ്യത്താൻ ഗോപാലനാണ്. അതുപോലെ അയ്യത്താൻ ഗോപാലിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ഓണററി പുരസ്കാരമാണ് റാവു സാഹിബ് കേട്ടോ, റാവു സാഹിബ്. അയ്യത്താൻ ഗോപാലിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ഓണററി പുരസ്കാരത്തിന്റെ പേരാണെന്ത്? റാവു സാഹിബ്. അപ്പോൾ സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചതാരാ? അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ഓണററി പുരസ്കാരമാണ് ഇത്, റാവു സാഹിബ് എന്ന് പറയുന്നത്. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചതും ആര് തന്നെയാണ്? അയ്യത്താൻ ഗോപാലനാണ്. ഇനി അടുത്ത ചോദ്യം, 1949 ആദ്യത്തെ ഫിഷറീസ് കോൺഫറൻസ് സംഘടിപ്പിച്ച വ്യക്തി ആരായിരുന്നു?
1949 ഫിഷറീസ് കോൺഫറൻസ് സംഘടിപ്പിച്ച ആദ്യത്തെ ഫിഷറീസ് കോൺഫറൻസ് സംഘടിപ്പിച്ച വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ ഡി വേലുക്കുട്ടി അരയനാട്ടോ. വേലുക്കുട്ടി അരയനാണ് 1949 ആദ്യത്തെ ഫിഷറീസ് കോൺഫറൻസ് സംഘടിപ്പിച്ച വ്യക്തി ആരാ? വേലുക്കുട്ടി അരയനാണ്. ഇനി 39ാമത്തെ ചോദ്യം, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുന്നതിനായിട്ട് 1932 ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയായിട്ട് 1932 ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച സംഘടന ഏതാ? ആത്മബോധോദയ സംഘമാണ്. ഓപ്ഷൻ സി ആത്മബോധോദയ സംഘം. എന്തിനു വേണ്ടിയിട്ടാ? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടാൻ വേണ്ടിയിട്ട് 1932 ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് ഇത് ആത്മബോധോദയ സംഘം. 40ാമത്തെ ചോദ്യം, ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകൻ ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകൻ ആരായിരുന്നു? ആഗമാനന്ദ സ്വാമികളാണ് അല്ലെ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനാണ് ആര്? ആഗമാനന്ദ സ്വാമികൾ. അതുപോലെ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ഇതൊക്കെ ചോദിച്ചതാട്ടോ. അപ്പം ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനാണ് ആര്? ആഗമാനന്ദ സ്വാമികൾ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിക്കുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അതും ആഗമാനന്ദ സ്വാമികൾ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വജ്രസൂചി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ ആരായിരുന്നു? വജ്രസൂചി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ ആരായിരുന്നു? മൂർക്കോത്ത് കുമാരൻ ആട്ടോ. ഓപ്ഷൻ ഡി മൂർക്കോത്ത് കുമാരൻ. വജ്രസൂചി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? മൂർക്കോത്ത് കുമാരൻ. ഇദ്ദേഹം 1907 തലശ്ശേരിയിൽ നിന്നും മിതവാദി എന്ന് പറയുന്ന പത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിതവാദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാ? മൂർക്കോത്ത് കുമാരനാണ്. എവിടുന്ന? 1907 തലശ്ശേരിയിൽ നിന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലേ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലേ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം തുടങ്ങിയതും ആരാ? വക്കം തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. അതുപോലെ SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് ആരാ? വക്കം തന്നെയാണ്. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ഓർത്തു വെക്കണം, 1905 ഖുർആന് ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് ദീപിക. അതിലാണ് ഖുർആന് ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം ഏതാണെന്ന് വെച്ചാൽ അത് ദീപികയാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് ഏതാ വർഷം? 1905. എവിടെയാ? അഞ്ചുതെങ്ങിൽ അല്ലേ. അഞ്ചുതെങ്ങിലാണ് SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന ഒരു സംഘടന സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാൽ ആരാ? വക്കമാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ചോദ്യം, ജാതി വ്യവസ്ഥയെ നശിപ്പിക്കാൻ നവയുഗ ധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മിശ്ര വിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ജാതി വ്യവസ്ഥയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നവയുഗധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തി മിശ്ര വിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ആനന്ദ തീർത്ഥനാണ്. ഓപ്ഷൻ ബി ആനന്ദ തീർത്ഥൻ. ജാതി വ്യവസ്ഥയെ നശിപ്പിക്കാൻ നവയുഗധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മിശ്ര വിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ആനന്ദ തീർത്ഥൻ. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കോട്ടുകളുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും അമ്പലങ്ങളിൽ പോകാറില്ല, ക്ഷേത്രമാണ് ഐക്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പ്രഖ്യാപിച്ചതാരാ? ഇദ്ദേഹം തന്നെയാണ്, ആനന്ദ തീർത്ഥൻ തന്നെയാണ്. അതുപോലെ എൻ്റെ നമ്പർ 1 ശത്രു ഐക്യം ആചരിക്കുന്നവനും നമ്പർ 2 അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്ന് നീക്കം ചെയ്താലേ ഹൃദയം ശുദ്ധമാകൂ എന്ന് ആരുടെ വാക്കുകളാ?
ആനന്ദതീർത്ഥൻ്റെയാണ്. അതുപോലെ മാനവ സേവയാണ് ഈശ്വര സേവ, മാനവ സേവയാണ് ഈശ്വര സേവ. ഇതൊക്കെ ആര് പറഞ്ഞതാ? ആനന്ദതീർത്ഥൻ്റെ വാക്കുകളാട്ടോ. ഇദ്ദേഹത്തിന് 1972 സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. 1972 സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുക്കാറുള്ള താമ്രപത്രം നൽകി ആദരിച്ച വർഷം, ആനന്ദതീർത്ഥനെ ആദരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1972. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ടുകൾ ഒന്നും കൂടി പറയാം. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും അമ്പലങ്ങളിൽ പോകാറില്ല, ക്ഷേത്രമാണ് ഐക്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം. രണ്ടാമത്തത്, എൻ്റെ നമ്പർ 1 ശത്രു ഐത്തം ആചരിക്കുന്നവനും നമ്പർ 2 അവനെ സഹായിക്കുന്നവനുമാണ്. ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്ന് നീക്കം ചെയ്താലേ ഹൃദയം ശുദ്ധമാകൂ. അതുപോലെ മാനവ സേവയാണ് ഈശ്വര സേവ, മാനവ സേവയാണ് ഈശ്വര സേവ. ഇദ്ദേഹത്തിന് താമ്രപത്രം നൽകി, കേന്ദ്ര ഗവൺമെൻറ് താമ്രപത്രം നൽകി ആദരിച്ച വർഷം 1972. ഇനി 1114 കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? 1114 കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അക്കത്തിൽ തന്നതുകൊണ്ട് ആര് തന്നെയായിരിക്കും? അക്കാമ ചെറിയാൻ അല്ലേ? അക്കത്തിലാ തന്നിരിക്കുന്നത് കൊണ്ട് അക്കാമ ചെറിയാനാണ്. 1114 കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാ? അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാ? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഗാന്ധിജിയാണ്. 1909 ഫെബ്രുവരി 14 കരിപ്പപ്പറമ്പിൽ തൊമ്മൻ ചെറിയാൻ്റെയും അന്നമ്മയുടെയും മകളായിട്ട് അക്കാമ ചെറിയാൻ ജനിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലാണ് കേട്ടോ. കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പോൾ 1909 ഫെബ്രുവരി 14 കരിപ്പപ്പറമ്പിൽ തൊമ്മൻ ചെറിയാൻ്റെയും അന്നമ്മയുടെയും മകളായിട്ടാണ് അക്കാമ ചെറിയാൻ ജനിക്കുന്നത്. എവിടെയാ? കാഞ്ഞിരപ്പള്ളിയിൽ. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചതാരാ? ഗാന്ധിജിയാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഓർത്ത് വെക്കുക, 1114 കഥ എന്നാണ്. ഇനി 60ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമ ബിരുദധാരിയും ആദ്യത്തെ വനിതാ ന്യായാധിപയും ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമ ബിരുദധാരിയും ആദ്യത്തെ വനിതാ ന്യായാധിപയും ആരായിരുന്നു? അന്ന ചാണ്ടിയാണ് കേട്ടോ. ഓപ്ഷൻ സി, അന്ന ചാണ്ടി. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമ ബിരുദധാരിയും ആദ്യത്തെ വനിതാ ന്യായാധിപയുമായ വ്യക്തിയാണ് ആര്? അന്ന ചാണ്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീലങ്കയിൽ ജോലി ചെയ്യുകയും പിന്നീട് കേരളത്തിൽ മികച്ച അഭിഭാഷകയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഉത്തരവാദ പ്രക്ഷോഭണത്തിലെ വനിതാ നേതാവ് ആരായിരുന്നു? ശ്രീലങ്കയിൽ ജോലി ചെയ്യുകയും പിന്നീട് കേരളത്തിൽ മികച്ച അഭിഭാഷകയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഉത്തരവാദ പ്രക്ഷോഭണത്തിലെ വനിതാ നേതാവ് ആരായിരുന്നു? ആനി മസ്ക്രീൻ ആണ്. ഓപ്ഷൻ ബി, ആനി മസ്ക്രീൻ. എന്താ പറഞ്ഞത്? ശ്രീലങ്കയിൽ ജോലി ചെയ്യുകയും പിന്നീട് കേരളത്തിൽ മികച്ച അഭിഭാഷകയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിലെ നേതാവാണ് ആര്? ആനി മസ്ക്രീൻ. വിദ്യുത് ശക്തി, ആരോഗ്യ വകുപ്പുകൾ എന്നിവയുടെ മന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ കൊച്ചിയിലെ പ്രഥമ വനിതാ മന്ത്രി എന്ന പട്ടം നേടിയ നേതാവ് കൂടിയാണ് ആര്? ആനി മസ്ക്രീൻ. അപ്പോൾ തിരുക്കൊച്ചിയിൽ കേട്ടോ, തിരുക്കൊച്ചിയിലെ ആദ്യത്തെ പ്രഥമ വനിതാ മന്ത്രി ആരാന്ന് വെച്ചാൽ ആനി മസ്ക്രീൻ തന്നെയായിരുന്നു. അവർ വഹിച്ച വകുപ്പുകൾ ഒന്ന് വൈദ്യുതി വകുപ്പും അതുപോലെ ആരോഗ്യ വകുപ്പുമാണ്. അപ്പം വൈദ്യുതി വകുപ്പും ആരോഗ്യ വകുപ്പും എന്നിവയുടെ മന്ത്രിയായിട്ട് തിരുക്കൊച്ചിയിലെ പ്രഥമ വനിതാ മന്ത്രി എന്ന പട്ടം നേടിയ നേതാവ് കൂടിയാണ് ആര്? ആനി മസ്ക്രീൻ. ഇനി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിത ആരാണ്? കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിത ആരാ? തോട്ടക്കാട്ട് മാധവിയമ്മയാണ്. തോട്ടക്കാട്ട് മാധവിയമ്മ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിത ആരാ? തോട്ടക്കാട്ട് മാധവിയമ്മ. അടുത്ത ചോദ്യം, ആത്മകഥ കാമുകം ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? ആരതാ? ലളിതാംബിക അല്ലെ? ലളിതാംബിക അന്തർജനം. ഓപ്ഷൻ സി, ലളിതാംബിക അന്തർജനം. ആത്മകഥ കാമുകം ആരുടെ ആത്മകഥ? ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ്. അടുത്ത ചോദ്യം, ഭാരതകേസരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ഭാരതകേസരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ
ആരാ ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? ഓപ്ഷൻ എ ആണല്ലേ, മന്നത്ത് പത്മനാഭനാണ് ഭാരതകേസരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ അല്ലേ. സവർണ ജാഥ നയിക്കാൻ വേണ്ടിയിട്ട് മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ആരാ? ഗാന്ധിജിയാണ് അല്ലേ. സവർണ ജാഥ നയിക്കാൻ വേണ്ടിയിട്ട് മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ആരാ? ഗാന്ധിജിയാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ ആരാ? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയ വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാ? രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ഓർത്തു വെക്കുക, 1966 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത്. 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയ വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാ? മന്നത്ത് പത്മനാഭനാണ്. 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയതാരാ? മന്നത്ത് പത്മനാഭനാണ്. EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായിട്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാ? വിമോചന സമരമാണ് കേട്ടോ. കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ നിലംപതിക്കാൻ കാരണമായ സമരമാണിത്, വിമോചന സമരം. ഇത് ആരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു? നമ്മുടെ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണിത്, വിമോചന സമരം. ഇനി മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണിത്, എൻ്റെ ജീവിത സ്മരണകൾ കേട്ടോ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാ? മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് ഇത്, എൻ്റെ ജീവിത സ്മരണകൾ. ഇനി എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാ? എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. കേരള ഗവൺമെൻറ് മന്നം ജയന്തി അല്ലേ, ജനുവരി 2 എന്താ? മന്നം ജയന്തിയാണ്. കേരള ഗവൺമെൻറ് മന്നം ജയന്തി പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണെന്ന് വെച്ചാൽ 2014 മുതലാണ് നമുക്ക് ജനുവരി 2 പൊതു അവധിയായിട്ട് കേരളത്തിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ആരംഭിച്ച സംഘടന ഏതാ? NSS. ഇദ്ദേഹം ആരംഭിച്ചതാണ് ഇത്, NSS അല്ലേ, നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ്. അപ്പം കേരള ഗവൺമെൻറ് മന്നം ജയന്തി പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതു മുതലാണ്? 2014 മുതലാണ്. എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് മന്നത്ത്. മന്നത്തിൻ്റെ ആത്മകഥ ഏതാ? എൻ്റെ ജീവിത സ്മരണകളാണ്. EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായിട്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണിത്, വിമോചന സമരം. അതുപോലെ 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയതാരാ? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയതാരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതാരാ? മന്നത്താണ്. സവർണ ജാഥ അല്ലെ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ആര്? മന്നത്ത്. ഇങ്ങനെ നയിക്കാൻ വേണ്ടിയിട്ട്, സവർണ ജാഥ നയിക്കാൻ വേണ്ടിയിട്ട് മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാ? അത് ഗാന്ധിജിയാണ്. ഇനി ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ്? ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ്? ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്? പൊയ്കയിൽ യോഹന്നാൻ കേട്ടോ. പൊയ്കയിൽ യോഹന്നാൻ PSCയുടെ വ്യക്തിയാണ് കേട്ടോ, പൊയ്കയിൽ യോഹന്നാൻ. ഈയിടെയുള്ള എല്ലാ എക്സാമ്പിളിലും ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ പറ്റിയിട്ട്. അപ്പോൾ ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. ഇനി അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് എന്താ? അടിലഹളകളാണ് അല്ലേ, അടിലഹളകളാണ്. ഓപ്ഷൻ എ അടിലഹളകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ ആരംഭിച്ച സംഘടന ചോദിക്കാറുണ്ട് ഏതാ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ സ്ഥാപിച്ച സംഘടന ഏതാ? PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാ? ഇരവി പേരൂറാണ് കേട്ടോ, ഇരവി പേരൂറാണ്. PRDSന്റെ മുഖപത്രം ചോദിക്കാറുണ്ട് ആദിയാർ ദീപമാണ് കേട്ടോ, ആദിയാർ ദീപം. അപ്പം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാ? കുമാരഗുരുദേവനാണ്. PRDSന്റെ ആസ്ഥാനം എവിടെയാ? ഇരവി പേരൂർ. PRDSന്റെ മുഖപത്രം ഏതാ? ആദിയാർ ദീപമാണ്. ഇനി VTയുടെ നേതൃത്വത്തിൽ, അതായത് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ടുള്ള തുക സമാഹരിക്കുന്നതിനായിട്ട് നടത്തിയ കാൽനട പ്രചരണ ജാഥ ഏതായിരുന്നു?
VTയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കുന്നതിനായിട്ട് നടത്തിയ കാൽനട പ്രചാരണ ജാഥ ഏതായിരുന്നു? യാചനയാത്രയാണ്. ഓപ്ഷൻ എ യാചനയാത്ര. യാചനയാത്ര നടന്ന വർഷം ഓർത്തു നോക്കുക, 1931 ഏപ്രിൽ 26. 1931 ഏപ്രിൽ 26 യാചനയാത്ര നടത്തിയത്. യാചനയാത്ര നടത്തിയ പ്രദേശം ഓർത്തു നോക്കുക, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനയാത്ര നടത്തിയത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കുന്നതിനായിട്ട് നടത്തിയ കാൽനട പ്രചരണ ജാഥയാണ് ഇത് യാചനയാത്ര. നടന്ന വർഷം 1931 ഏപ്രിൽ 26. യാത്ര നടത്തിയ പ്രദേശം തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച പ്രസിദ്ധീകരണം ഏതായിരുന്നു? ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച പ്രസിദ്ധീകരണം ഏതാ? ഉണ്ണി നമ്പൂതിരിയാണ് കേട്ടോ. ഉണ്ണി നമ്പൂതിരി. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താമെന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച പ്രസിദ്ധീകരണമാണിത്, ഉണ്ണി നമ്പൂതിരി. ആരായിരുന്നു? VT ഭട്ടതിരിപ്പാട്. അല്ല, അതിൻ്റെ എഡിറ്ററൊക്കെ പറയുന്നത് VTയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1929. 1929 VTയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ച സ്ഥലം ചോദിക്കാറുണ്ട്. ഇടഗുനി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇടഗുനിയിലാണ്. ഇടഗുനിയിലാണ് ആദ്യമായിട്ട് ഈ നാടകം അവതരിപ്പിക്കുന്നത്. അതുപോലെ യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നതാരാ? 1908 അല്ലേ? 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നതാരാന്ന് വെച്ചാൽ VT ഭട്ടതിരിപ്പാട് തന്നെയാണ് കേട്ടോ. ഇനി യോഗക്ഷേമസഭയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭാര്യത്വം നിരോധിക്കുക, അതുപോലെ വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, അതുപോലെ വൃദ്ധവിവാഹം തടയുക എന്നത്. ഇനി കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ? പണ്ഡിറ്റ് കറുപ്പനാണ് കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഉദ്യാന വിരുന്ന് കേട്ടോ. ഉദ്യാന വിരുന്ന്. പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിത ഏതാണെന്ന് വെച്ചാൽ ഉദ്യാന വിരുന്നാണ്. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച സഭ ഏതാണെന്ന് ചോദിച്ചാൽ കല്യാണി ദായിനി സഭയാണ് കേട്ടോ. കല്യാണി ദായിനി സഭ. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച സഭ കല്യാണി ദായിനി സഭയാണ്. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകൻ ആരാന്ന് വെച്ചാൽ പണ്ഡിറ്റ് കറുപ്പനാണ്. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച വ്യക്തിയാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. ഇനി പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചേരാനെല്ലൂരാണ് കേട്ടോ. ചേരാനെല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചേരാനെല്ലൂർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാണ്? ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാ? ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ തന്നെ. പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് ജാതിക്കുമ്മി എന്ന കൃതി രചിക്കുന്നത്. KP കറുപ്പൻ്റെ പൂർണ്ണ നാമം എന്താ? പണ്ഡിറ്റ് KP കറുപ്പൻ എന്നാ പറയല്ലേ? പണ്ഡിറ്റ് KP കറുപ്പൻ്റെ പൂർണ്ണ നാമം എന്താ? കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പനാണ് കേട്ടോ. കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. KP കറുപ്പൻ്റെ ഫുൾ നാമമാണ് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളി അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് അഭിപ്രായപ്പെട്ടത് EK നായനാറാണ് കേട്ടോ. EK നായനാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് അഭിപ്രായപ്പെട്ടത്. ഇനി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതാരാ? ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതാരാ? ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെയാണെങ്കിൽ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചതാരാ? അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നതാരാ? അത് ഗാന്ധിജിയാണ് കേട്ടോ. അത് ഗാന്ധിജിയാണ്. ഇനി 4, അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്
എവിടെയാ? ചിത്രകൂടമാണ് കേട്ടോ. ചിത്രകൂടം. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ചിത്രകൂടമാണ്. അഞ്ചാമത്തെ ചോദ്യം, കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ഏതാ? അയ്യങ്കാളി ഭവനാണ്. അയ്യങ്കാളി ഭവന്. 6, ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ആളിക്കത്തിയ തീപ്പൊരി ആരാ? അയ്യങ്കാളി തന്നെയാണ് കേട്ടോ. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. 7ാമത്തെ ചോദ്യം, നെടുമങ്ങാട് ചന്ത ലഹള നടന്ന വർഷം ഏതാണ്? നെടുമങ്ങാട് ചന്ത ലഹള നടന്ന വർഷം ഏതാ? 1912ലാണ്. 1912ലാണ് നെടുമങ്ങാട് ചന്ത ലഹള നടക്കുന്നത്. നെടുമങ്ങാട് ചന്ത ലഹളക്ക് 1912 നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? നെടുമങ്ങാട് ചന്ത ലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? അയ്യങ്കാളിയാണ് അല്ലേ? അയ്യങ്കാളി തന്നെയാണ് 1912 അല്ലേ? 1912 നെടുമങ്ങാട് ചന്ത ലഹളക്ക് നേതൃത്വം നൽകിയത്. 9ാമത്തെ ചോദ്യം, പുലയ ലഹള നയിച്ച നേതാവ് ആരായിരുന്നു? പുലയ ലഹള നയിച്ച നേതാവ് ആരാ? അയ്യങ്കാളിയാണ്. പുലയ ലഹള നയിച്ച നേതാവ് ആരാ? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാ? നമ്മൾ പഠിക്കുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരായിരുന്നു? ഇസ്രാ ഡേവിസ് ആണ് അല്ലെ? ഇസ്രാ ഡേവിസ് ആണ് അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത്. ഇനി അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്ത വർഷം ഏതായിരുന്നു? അനാച്ഛാദനം ചെയ്ത വർഷം. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത വർഷം ഏതായിരുന്നു? 1980ലാണ്. 1980ലാണ്. ആരായിരുന്നു പ്രതിമ അനാച്ഛാദനം ചെയ്ത വ്യക്തി? അയ്യങ്കാളിയുടെ പ്രതിമ 1980ലാണ് അനാച്ഛാദനം ചെയ്തതെന്ന് പറഞ്ഞു. ആരാണ് ചെയ്തതെന്ന് അറിയാം നിങ്ങൾക്ക്? ആരാ? ഇന്ദിരാഗാന്ധി തന്നെയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ്. ഇനി 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയുള്ള ആദരസൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാ? 2002 ഓഗസ്റ്റ് 12നാണ്. 2002 ഓഗസ്റ്റ് 12നാണ്. ഇനി 14ാമത്തെ ചോദ്യം, അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല ഏതായിരുന്നു? അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാല കാസർഗോഡ്. അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാ? കേന്ദ്ര സർവകലാശാല. കാസർഗോഡ് പെരിയയിലാണ് ഇത് കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇനി സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ചതാണ് ഏത്? സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ഏതാ? 1907 സാധു എന്ന് പറയുമ്പോൾ 7 1907 സാധുജന പരിപാലന സംഘം. 16ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതായിരുന്നു? സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതായിരുന്നു? ഏതാ? സാധുജന പരിപാലിനിയാണ് കേട്ടോ. സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാ? സാധുജന പരിപാലിനിയാണ്. ഇനി അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1912ലാണ്. 1912ലാണ് ശ്രീനാരായണ ഗുരുവിനെ ആര് കണ്ടുമുട്ടുന്നത്? അയ്യങ്കാളി കണ്ടുമുട്ടുന്നത്. തുടർച്ചയായിട്ട് 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. ഓപ്ഷൻ സി അയ്യങ്കാളി. തുടർച്ചയായിട്ട് എത്ര വർഷം? 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ നവോത്ഥാന നായകനാര? അയ്യങ്കാളിയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആരാന്ന് വെച്ചാലും അതും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. ഇനി അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏതാ? അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏതായിരുന്നു? 1893ലാണ്. 1893ലാണ് അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ഏതാ? 1893ലാണ്. ഇനി പുലിയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ കൂടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ഏതാണ്? പുലിയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ കൂടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ഏതാ? 1905ലാണ്. 1905ലാണ് പുലിയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി വെങ്ങാനൂരിൽ കൂടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ഏതാ? 1905ലാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? അയ്യങ്കാളിയാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ, അപ്പോൾ ഇത്രയും നമ്മൾ ചോദിച്ചത് അയ്യങ്കാളിയെക്കുറിച്ച് ഇതുവരെ ചോദിച്ച PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും
ഏറ്റവും വലിയ കൃതി ഏതാ? പ്രാചീന മലയാളമാണ് കേട്ടോ. പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാ? പ്രാചീന മലയാളം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാ? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാ? വേദാധികാര നിരൂപണമാണ് കേട്ടോ. വേദാധികാര നിരൂപണം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. 25ാമത്തെ ചോദ്യം, പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാ? പ്രാചീന മലയാളമാണ് കേട്ടോ. പ്രാചീന മലയാളം. പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകിയെന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. ഇനി 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചട്ടമ്പി സ്വാമികളുടെ ആദരസൂചകമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാ? ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതായിരുന്നു? 2014 ഏപ്രിൽ 30-നാണ് കേട്ടോ. 2014 ഏപ്രിൽ 30-നാണ് ചട്ടമ്പി സ്വാമികളുടെ സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. 27ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാ? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മനയാണ് അല്ലെ. ഓപ്ഷൻ ബി പന്മനയാണ്. 28 ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാ? ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടതെന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാ? ചട്ടമ്പി സ്വാമികളാണ്. 29ാമത്തെ ചോദ്യം, വേദപഠനം ബ്രാഹ്മണർക്കു മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാ? വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാ? വേദാധികാര നിരൂപണമാണ്. വേദാധികാര നിരൂപണമാണ്. സന്യാസം സ്വീകരിച്ചതിനു ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് എന്തായിരുന്നു? സന്യാസം സ്വീകരിച്ചതിനു ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് എന്താ? ഷൺമുഖദാസനാണ് അല്ലെ. ഷൺമുഖദാസനാണ്. സന്യാസം സ്വീകരിച്ചതിനു ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരെന്താ? ഷൺമുഖദാസനാണ്. 31ാമത്തെ ചോദ്യം, ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് ആരായിരുന്നു? ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി ആരായിരുന്നു? കുമാരനാശാനാണ് കേട്ടോ. കുമാരനാശാനാണ്. 32ാമത്തെ ചോദ്യം, ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നതിൻ്റെ മലയാള തർജ്ജമയായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉദ്ധരണിയെ പ്രശസ്തമാക്കിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. ശ്രീനാരായണ ഗുരു എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ് ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നതിൻ്റെ മലയാള തർജ്ജമയായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉദ്ധരണിയെ പ്രശസ്തമാക്കിയ നവോത്ഥാന നായകൻ ആരാന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. SNG ആണ്. 33ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതായിരുന്നു? 1925-ലാണ് അല്ലേ. 1925-ലാണ്. ഇനി 34ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം ഇത് 1922-ലാണ് കേട്ടോ. 1922-ലാണ് ടാഗോർ ഗുരുവിനെ സന്ദർശിക്കുന്നത്. 35ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഏക വിദേശി ആരാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഏക വിദേശി ആരായിരുന്നു? ഏണസ്റ്റ് കിർക്കാണ്. ഏണസ്റ്റ് കിർക്കാണ്. ഓപ്ഷൻ എ ആണ് ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഏക വിദേശിയാണ് ആര്? ഏണസ്റ്റ് കിർക്ക്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൈതമുക്കാണ്. ഓപ്ഷൻ ഡി കൈതമുക്കിലാണ്. 37ാമത്തെ ചോദ്യം, 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ?
ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ സി ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ? 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതിയാണ് ഇത്, ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു. ഇനി അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യത്തെ വ്യക്തി ആരാം? ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യത്തെ വ്യക്തി ആരാ? മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരനാണ്. 39ാമത്തെ ചോദ്യം, SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആരാണ്? SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആരാ? ശ്രീനാരായണ ഗുരു തന്നെയാണ്. 2014 100 വർഷം ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതി ഏതാണ്? 2014 100 വർഷം ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം എന്ന് പറയുന്നത്. ദൈവദശകം. 41ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന ഏതായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന ഏതായിരുന്നു? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അല്ലെ, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന ഏതാണെന്ന് വെച്ചാൽ ഏതാ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. 42ാമത്തെ ചോദ്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ ചവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ ചവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതായിരുന്നു? 2014 നവംബർ 23 കേട്ടോ. 2014 നവംബർ 23 മാർപ്പാപ്പ ചവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. 43ാമത്തെ ചോദ്യം, ചവറയച്ചൻ ആദ്യത്തെ കന്യാസ്ത്രീ മഠമായ CMC സ്ഥാപിച്ച വർഷം ഏതാണ്? ചവറയച്ചൻ ആദ്യത്തെ കന്യാസ്ത്രീ മഠമായ CMC സ്ഥാപിച്ച വർഷം ഏതാണ്? 1866 1866. 44ാമത്തെ ചോദ്യം, ചവറയച്ചൻ സ്ഥാപിച്ച സന്യാസി സംഘം ഏതാണ്? ചവറയച്ചൻ സ്ഥാപിച്ച സന്യാസി സംഘം ഏതാ? CMI ആണ് കേട്ടോ. CMI ആണ്. ഓപ്ഷൻ സി CMI ആണ്. 45ാമത്തെ ചോദ്യം, ഉച്ചഭക്ഷണത്തിനായിട്ട് വിദ്യാലയങ്ങളിൽ ചവറയച്ചൻ ആരംഭിച്ച സംരംഭം ഏതായിരുന്നു? ഉച്ചഭക്ഷണത്തിനായിട്ട് വിദ്യാലയങ്ങളിൽ ചവറയച്ചൻ ആരംഭിച്ച സംരംഭം ഏതാ? പിടിയരി സമ്പ്രദായമാണ് കേട്ടോ. പിടിയരി സമ്പ്രദായം. 46ാമത്തെ ചോദ്യം, പന്തി ഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആരാണ്? പന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. SCRTയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പന്തി ഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആരാ? തൈക്കാട് അയ്യയാണ് അല്ലെ. തൈക്കാട് അയ്യയാണ്. 47 തൈക്കാട് അയ്യാഗുരു സ്വീകരിച്ച നാമം എന്തായിരുന്നു? തൈക്കാട് അയ്യാഗുരു സ്വീകരിച്ച നാമം എന്തായിരുന്നു? ശിവരാജ യോഗിയാണ്. ശിവരാജ യോഗി. തൈക്കാട് അയ്യാഗുരു സ്വീകരിച്ച നാമമാണെന്ത്? ശിവരാജ യോഗി. 48ാമത്തെ ചോദ്യം, ആനന്ദജാതി എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ട വ്യക്തി ആരാണ്? ആനന്ദജാതി എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ട വ്യക്തി ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദജാതി എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ടത് ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 49ാമത്തെ ചോദ്യം, തൻ്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ശിവയോഗി സ്ഥാപിച്ച പ്രസിദ്ധീകരണം ഏതായിരുന്നു? തൻ്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവയോഗി സ്ഥാപിച്ച പ്രസിദ്ധീകരണം ഏതായിരുന്നു? സാരഗ്രാഹിയാണ് അല്ലെ. ഓപ്ഷൻ എ സാരാഗ്രഹി. 50ാമത്തെ ചോദ്യം, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാ? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലേ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. 51ാമത്തെ ചോദ്യം, പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? നമ്മൾ തൊട്ടുമുമ്പ് വേറെ ആളെ പഠിച്ചായിരുന്നു. ആരായിരുന്നു? സിംഹള സിംഹം. ആരായിരുന്നു? സി കേശവൻ അല്ലെ. സിംഹള സിംഹം എന്നറിയപ്പെട്ടത് സി കേശവനാണ്. ഇവിടെ ചോദിച്ചത് എന്താ? പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 52ാമത്തെ ചോദ്യം, യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആരാ? യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആരാ? യജമാനൻ വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വാഗ്ഭടാനന്ദനാണ് യജമാനൻ എന്ന മാസിക ആരംഭിക്കുന്നത്. 53ാമത്തെ ചോദ്യം, അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിനാട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. 54ാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നു, ആചാര സന്യാസിയായിരുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാ?
വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നു, ആചാര സന്യാസിയായിരുന്നില്ല എന്ന് പറഞ്ഞത് ആരാ? സുകുമാർ അഴീക്കോടാണ് കേട്ടോ. സുകുമാർ അഴീക്കോട് എന്താ പറഞ്ഞത്? വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നില്ല, ആചാര സന്യാസിയായിരുന്നു എന്ന് പറഞ്ഞത് ആരാ? സുകുമാർ അഴീക്കോടാണ്. 55 വാഗ്ഭടാനന്ദൻ കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ച വർഷം ഏതാണ്? അപ്പം പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് ആരാ? വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനം ആരാ? വാഗ്ഭടാനന്ദനാണ്. സംഘടിപ്പിച്ച വർഷം ഏതാണ്? ക്വസ്റ്റ്യൻ അതാണ്, സംഘടിപ്പിച്ച വർഷം ഏതാണ് എന്നായിരുന്നു. 1927 1927 വാഗ്ഭടാനന്ദൻ പ്രീതി ഭോജനം സംഘടിപ്പിക്കുന്നത്. 56ാമത്തെ ചോദ്യം, ഡോക്ടർ പൽപുവിന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാ? ഡോക്ടർ പൽപുവിന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാ? കുമാരനാശാനാണ് കേട്ടോ. കുമാരനാശാന്. ഡോക്ടർ പൽപുവിന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാ? കുമാരനാശാനെയാണ്. തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തി ആരാ? തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തി ആരാ? ഡോക്ടർ പൽപു ആണ്. ഡോക്ടർ പൽപു ആണ് തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. 58ാമത്തെ ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഡോക്ടർ പൽപു ആയിരുന്നു അല്ലേ? ഡോക്ടർ പൽപു ആയിരുന്നു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1896 അല്ലെ? 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. 59ാമത്തെ ചോദ്യം, ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഉപരിപഠനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഉപരിപഠനം നടത്തിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? ഡോക്ടർ പൽപുവാണ്. ഡോക്ടർ പൽപുവാണ്. 60ാമത്തെ ചോദ്യം, അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിരോധിച്ചതിനെതിരെ നടന്ന ലഹള ഏതാണ്? അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന ലഹള ഏതായിരുന്നു? നെടുമങ്ങാട് ചന്തലഹളയാണ്. നെടുമങ്ങാട് ചന്തലഹള. 61ാമത്തെ ചോദ്യം, ഡോക്ടർ പൽപുവിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഡോക്ടർ പൽപുവിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? പത്മനാഭൻ പൽപു ആണ് കേട്ടോ. പത്മനാഭൻ പൽപു. ഡോക്ടർ പൽപുവിന്റെ യഥാർത്ഥ നാമം എന്താ? പത്മനാഭൻ പൽപു ആണ്. 62ാമത്തെ ചോദ്യം, യുക്തിവാദി മാസികയുടെ ആദ്യത്തെ പത്രാധിപൻ ആരായിരുന്നു? യുക്തിവാദി മാസികയുടെ ആദ്യത്തെ പത്രാധിപൻ ആരായിരുന്നു? സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പനാണ്. യുക്തിവാദി മാസികയുടെ ആദ്യത്തെ പത്രാധിപർ ആരാ? സഹോദരൻ അയ്യപ്പനാണ്. 63ാമത്തെ ചോദ്യം, സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായിട്ട് ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാ? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ്. എന്താ പറഞ്ഞത്? സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, ധീരമായിട്ട് ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാ? സഹോദരൻ അയ്യപ്പനാണ്. 64ാമത്തെ ചോദ്യം, വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആരാണ്? വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആരായിരുന്നു? സഹോദരൻ അയ്യപ്പനാണ്. വേലക്കാരൻ ആരാ? സഹോദരൻ അയ്യപ്പനാണ്. 65ാമത്തെ ചോദ്യം, കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പനാണ്. 66ാമത്തെ ചോദ്യം, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന കവിത രചിച്ചത് ആരാണ്? മാവേലി നാടുവാണിയിടും കാലം എന്ന കവിത രചിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാട്ടോ. സഹോദരൻ അയ്യപ്പനാണ്. മാവേലി നാടുവാണിയിടും കാലം എന്ന കവിത രചിച്ചതാരാ? സഹോദരൻ അയ്യപ്പനാണ്. 67ാമത്തെ ചോദ്യം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ ആരാ? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന മുദ്രാവാക്യം ഒഴുക്കിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? സഹോദരൻ കെ അയ്യപ്പൻ തന്നെയാണ്. 68ാമത്തെ ചോദ്യം, വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ച വർഷം ഏതാണ്? വേലക്കാരൻ ആരംഭിച്ച ആരാ നമ്മൾ പറഞ്ഞു? അയ്യപ്പനാണ്. അങ്ങനെയാണെങ്കിൽ വേലക്കാരൻ ആരംഭിച്ച വർഷം ഏതാണ്? ഏത് വർഷ? 1933 വേലക്കാരൻ എന്ന പത്രം ആരംഭിക്കുന്നത്. 69ാമത്തെ ചോദ്യം, സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം എവിടെയാ? ചെറായി ആണ് കേട്ടോ. ചെറായി ആണ്. ഓപ്ഷൻ ഡി ചെറായി. മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? സഹോദരൻ അയ്യപ്പനാണ്. എവിടെയാ സ്ഥലം? ചെറായിൽ വെച്ചാണ്. 70ാമത്തെ ചോദ്യം, AKGയുടെ ആത്മകഥാപരമായ ഓർമ്മക്കുറിപ്പുകൾ ഏതാണ്? AKGയുടെ ആത്മകഥാപരമായ ഓർമ്മക്കുറിപ്പുകൾ
ഏതാ? ഇൻ ദ കേസ് ഓഫ് പീപ്പിൾ ആണ് കേട്ടോ. ഇൻ ദ കേസ് ഓഫ് പീപ്പിൾ. AKGയുടെ ആത്മകഥാപരമായ ഓർമ്മക്കുറിപ്പുകളാണ് ഇത്. ഇൻ ദ കേസ് ഓഫ് പീപ്പിൾ. 71ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി. ഇന്ത്യയിൽ ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ആരായിരുന്നു? AKG ആണ് അല്ലെ? AKG തന്നെയാണ്. 72ാമത്തെ ചോദ്യം, AKGയുടെ കരുതൽ തടങ്കലിനെ കുറിച്ച് സംബന്ധിച്ച് നടന്ന കേസ് ഏതാണ്? AKGയുടെ കരുതൽ തടങ്കലിനോടനുബന്ധിച്ച് നടന്ന കേസ് ഏതാ? AKG വേഴ്സസ് മദ്രാസ് സ്റ്റേറ്റ് ആണ് കേട്ടോ. AKG വേഴ്സസ് മദ്രാസ് സ്റ്റേറ്റ്. 73ാമത്തെ ചോദ്യം, AKGയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? AKGയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? പയ്യാമ്പലം അല്ലെ? ഓപ്ഷൻ ഡി, പയ്യാമ്പലത്താണ് AKGയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. 74, AKGയുടെ ആത്മകഥ ഏതാണ്? AKGയുടെ ആത്മകഥ ഏതാ? എൻ്റെ ജീവിത കഥയാണ് കേട്ടോ. എൻ്റെ ജീവിത കഥ. ഓപ്ഷൻ ഡി, എൻ്റെ ജീവിത കഥ. 75, കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ച നവോത്ഥാന നായകൻ ആരാണ്? കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ച നവോത്ഥാന നായകൻ ആരാ? AKG ആണ്. ഓപ്ഷൻ സി, AKG ആണ്. 76ാമത്തെ ചോദ്യം, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാ? AKG ആണ് കേട്ടോ. AKG ആണ്. ഓപ്ഷൻ എ, AKG. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാ? AKG ആണ്. 77, AKG ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും ഖാദി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വർഷം ഏതാണ്? AKG ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമാവുകയും ഖാദി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വർഷം ഏത് വർഷമായിരുന്നു? 1927ലാണ്. 1927ലാണ്. 78ാമത്തെ ചോദ്യം, ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം ഏതാ? ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം ഏതാ? വർഷം 1958 മാർച്ച് 8. 1958 മാർച്ച് 8നാണ്. 79, ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തി ആരാണ്? AKG ആണ് അല്ലെ? AKG ആണ്. ഇനി 80ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആണ് അല്ലെ? AKG ആണ്. 81ാമത്തെ ചോദ്യം, 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച വ്യക്തി ആരാണ്? 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാ? അതും AKG തന്നെയാണ് അല്ലെ? AKG ആണ്. ഇനി 82ാമത്തെ ചോദ്യം, 1935 നടന്ന പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? 1935 പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? AKG തന്നെയാണ് അല്ലെ? ഓപ്ഷൻ എ, AKG ആണ്. 83, ആശാൻ നവോത്ഥാനത്തിന്റെ കവി എന്ന കൃതി രചിച്ചതാരാണ്? ആശാൻ നവോത്ഥാനത്തിന്റെ കവി എന്ന കൃതി രചിച്ചത് ആരാ? തായാട്ട് ശങ്കരനാണ് കേട്ടോ. തായാട്ട് ശങ്കരനാണ്. ആശാൻ നവോത്ഥാനത്തിന്റെ കവി എന്ന കൃതി രചിച്ചതാരാ? തായാട്ട് ശങ്കരനാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെയും മാപ്പിള ലഹളയെയും പശ്ചാത്തലമാക്കിയിട്ട് ആശാൻ രചിച്ച കൃതി ഏതാണ്? സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെയും മാപ്പിള ലഹളയെയും പശ്ചാത്തലമാക്കിക്കൊണ്ട് ആശാൻ രചിച്ച കൃതി ഏതായിരുന്നു? ദുരവസ്ഥയാണ് അല്ലെ? ദുരവസ്ഥയാണ്. ഓപ്ഷൻ സി, ദുരവസ്ഥയാണ്. 85, ലൈല മജ്നു എന്ന കൃതിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ രചിച്ച കൃതി ഏതാണ്? ലൈല മജ്നു എന്ന കൃതിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ രചിച്ച കൃതി ഏതാ? ലീലയാണ്. ഓപ്ഷൻ എ, ലീലയാണ്. 86ാമത്തെ ചോദ്യം, കുമാരനാശാൻ രചിച്ച ദുരവസ്ഥ എന്ന കൃതിയെ കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? കുമാരനാശാൻ രചിച്ച ദുരവസ്ഥ എന്ന കൃതിയെ കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടി എന്ന് വിശേഷിപ്പിച്ചത് ആരാ? EMS ആണ് കേട്ടോ. EMS. 87ാമത്തെ ചോദ്യം, കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? കുമാരനാശാന്റെ വീണപൂവ് എന്ന വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാ? മിതവാദിയാണ് കേട്ടോ. ഓപ്ഷൻ ബി, മിതവാദി. 88ാമത്തെ ചോദ്യം, കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി അല്ലെ? ജോസഫ് മുണ്ടശ്ശേരി. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയാണ്. 89ാമത്തെ ചോദ്യം, വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്?
വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാ മിതവാദി അല്ലെ, മിതവാദിയാണ്. 90-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്ന് ബഹുമാനാർത്ഥം പുരസ്കാരം ലഭിച്ച മലയാള കവി ആരാണ്? ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്ന് ബഹുമാനാർത്ഥം പുരസ്കാരം ലഭിച്ച മലയാള കവി ആരാ? കുമാരനാശാനാണ് അല്ലെ, കുമാരനാശാനാണ്. 91-ാമത്തെ ചോദ്യം, കുമാരനാശാന് മഹാകവി പട്ടം നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? കുമാരനാശാന് മഹാകവി പട്ടം നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റി ഏതാ? മദ്രാസ് യൂണിവേഴ്സിറ്റി അല്ലെ, മദ്രാസ് യൂണിവേഴ്സിറ്റി. 92, കുമാരനാശാന്റെ കരുണ രചിച്ചിരിക്കുന്ന വൃത്തം ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. കുമാരനാശാന്റെ കരുണ രചിച്ചിരിക്കുന്ന വൃത്തം ഏതാ? വഞ്ചിപ്പാട്ട് വൃത്തമാണ്. എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് വഞ്ചിപ്പാട്ട് വൃത്തമാണ്. 93, കുമാരനാശാൻ യൂണിയൻ ടെയിൽസ് വർക്ക്സ് എന്ന പേരിൽ ഓട് ഫാക്ടറി ആരംഭിച്ച സ്ഥലം ഏതാണ്? കുമാരനാശാൻ യൂണിയൻ ടെയിൽസ് വർക്ക്സ് എന്ന പേരിൽ ഓട് ഫാക്ടറി ആരംഭിച്ച സ്ഥലം ഏതാ? ആലുവയിലാണ് അല്ലെ, ഓപ്ഷൻ ബി ആലുവയിലാണ്. 94-ാമത്തെ ചോദ്യം, ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാ? തോന്നക്കലാണ്. ഓപ്ഷൻ സി ആണ് തോന്നക്കൽ. 95, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ്? ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാ? കുമാരനാശാൻ അല്ലെ, കുമാരനാശാനാണ്. 96, കാറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യത്തെ വ്യക്തി ആരാണ്? കാറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ ആദ്യമായിട്ട് പുസ്തകം എഴുതിയ വ്യക്തി ആരാ? കാറൽ മാക്സിന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അല്ലെ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കാറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തി കൊടുത്തത് ആരാണ്? രാമകൃഷ്ണപിള്ളക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തി കൊടുത്തത് ആരായിരുന്നു? മലേഷ്യൻ മലയാളികളാണ് അല്ലെ, മലേഷ്യൻ മലയാളികളാണ് സ്വദേശാഭിമാനി എന്ന പേര് ചാർത്തി കൊടുത്ത ആർക്ക്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളക്ക്. 98-ാമത്തെ ചോദ്യം, കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാ? വൃത്താന്ത പത്രപ്രവർത്തനമാണ് കേട്ടോ, വൃത്താന്ത പത്രപ്രവർത്തനം. 99-ാമത്തെ ചോദ്യം, രാഷ്ട്രീയ സാംസ്കാരിക പത്രപ്രവർത്തന മേഖലകളിലെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അവാർഡ് ഏതാണ്? രാഷ്ട്രീയ സാംസ്കാരിക പത്രപ്രവർത്തന മേഖലകളിലെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അവാർഡ് ഏതാ? സ്വദേശാഭിമാനി കേസരി പുരസ്കാരമാണ് കേട്ടോ, സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. 100-ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാ? പാളയത്താണ് കേട്ടോ, പാളയത്താണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാ? പാളയത്താണ്. അങ്ങനെയാണെങ്കിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പയ്യാമ്പലമാണ് അല്ലെ, കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ്. 102, എവിടെ നിന്നാണ് 1910 ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരഞ്ഞെടുത്തത്? എവിടെ നിന്നാണ് 1910 ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരഞ്ഞെടുത്തത്? എവിടുന്നായിരുന്നു? നെയ്യാറ്റിൻകരയിൽ നിന്നാണ് കേട്ടോ, നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. 103-ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനിയുടെ പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള അല്ലെ, ഓപ്ഷൻ സി CP ഗോവിന്ദപിള്ളയാണ്. 104-ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളി നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? P രാജഗോപാലാചാരിയാണ്, P രാജഗോപാലാചാരി. 105-ാമത്തെ ചോദ്യം, രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം ഏതാണ്? രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം 1906 അല്ലെ, ഓപ്ഷൻ ബി 1906. 106, മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാ? K കേളപ്പനാണ്. ഓപ്ഷൻ ബി K കേളപ്പന്. 107, 1952 K കേളപ്പൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ഏതാണ്?
1952 കെ കേളപ്പൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ഏത് പാർട്ടിയായിരുന്നു? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി കേട്ടോ. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. 108 കെ കേളപ്പൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? കെ കേളപ്പൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാ? 1952. തൊട്ടു മുമ്പ് പറഞ്ഞു നമ്മൾ. 109 ചോദ്യം, ഐക്യ കേരള രൂപവത്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഐക്യ കേരള രൂപവത്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്നെയാണ്? കെ കേളപ്പൻ തന്നെയായിരുന്നു. ഇനി 110 ചോദ്യം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി പ്രചാരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി പ്രചാരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? കെ കേളപ്പൻ തന്നെയാണ് അല്ലേ? കെ കേളപ്പൻ തന്നെയാണ്. 111 ചോദ്യം, കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും നേതാവ് ആരായിരുന്നു? കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും നേതാവ് ആരായിരുന്നു? കെ കേളപ്പനാണ് അല്ലേ? കെ കേളപ്പനാണ്. 112 ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനാണ് അല്ലേ? കെ കേളപ്പനാണ്. 113 കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയവും അതുപോലെ ഗവേഷണ കേന്ദ്രവും നിലവിൽ വന്നത് എവിടെയാണ്? കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും നിലവിൽ വന്നത് എവിടെയാണ്? പാക്കനാർപുരമാണ് കേട്ടോ. ഓപ്ഷൻ സി പാക്കനാർപുരം. 114 കഥകളി കാണുന്നതിനും പരിശീലിക്കുന്നതിനും അവർണർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രകലയായ കഥകളിയെ താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? കഥകളി കാണുന്നതിനും പരിശീലിക്കുന്നതിനും അവർണർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രകലയായ കഥകളിയെ താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? അത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേട്ടോ. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 115 കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാ? കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാ? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 116 അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയത് ആരാണ്? അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയത് ആരായിരുന്നു? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 117 ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ച സ്ഥലം ഏതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ച സ്ഥലം എവിടെയാ? കാർത്തികപ്പള്ളിയാണ് കേട്ടോ. കാർത്തികപ്പള്ളിയിലാണ്. 118 ചോദ്യം, ക്ഷേത്രാചാര വിധികൾ പഠിക്കാനായിട്ട് ഗോവയിൽ പോയ നവോത്ഥാന നായകൻ ആരാണ്? ക്ഷേത്രാചാര വിധികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഗോവയിൽ പോയ നവോത്ഥാന നായകൻ ആരാ? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 119 തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനും വേണ്ടി നടന്ന സമരം ഏതാണ്? തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനും വേണ്ടി നടന്ന സമരം ഏതാ? ചാന്നാർ ലഹളയാണ് അല്ലെ? ചാന്നാർ ലഹള. ഓപ്ഷൻ സി ചാന്നാർ ലഹള. 120 സമത്വ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? വൈകുണ്ഠ സ്വാമികളാണല്ലോ. ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികള്. 121 വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ശ്രീനാരായണ ഗുരുവാണ്. 122 സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ? വൈകുണ്ഠ സ്വാമികളാണ്. 123 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാ? പൊയ്കയിൽ യോഹന്നാൻ അല്ലെ? പൊയ്കയിൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ്. 124 വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്
വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? അയ്യങ്കാളിയാണ് കേട്ടോ, അയ്യങ്കാളിയാണ്. സോ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഉണ്ടാവും, കാരണം നമ്മൾ PSC എത്രമാത്രം ചോദിച്ചിട്ടുണ്ടോ അത്രമാത്രം നമ്മളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താവും, നമുക്കൊരു റിവിഷൻ ആവും. എന്ത് ചെയ്യണ്ട, സ്കിപ്പ് ചെയ്യണ്ട. 125 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരായിരുന്നു? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടാണ്. 126 കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 127 അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? പണ്ഡിറ്റ് കറുപ്പനാണ് അല്ലെ, പണ്ഡിറ്റ് കറുപ്പനാണ്. 128 ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാ? ഡോക്ടർ KB മേനോനാണ്. 129 ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി. താഴെ തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി ഏതാ? പ്രാചീന മലയാളമാണ് അല്ലെ, പ്രാചീന മലയാളമാണ്. 130 കല്ലുമാല സമരം നയിച്ചതാരാണ്? കല്ലുമാല സമരം നയിച്ചത് ആരാ? കല്ലുമാല സമരം നയിക്കുന്നത് അയ്യങ്കാളിയാണ് അല്ലെ, അയ്യങ്കാളിയാണ്. 131 കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാ? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. 132 താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാ? ആത്മോപദേശ ശതകമാണ്. ആത്മോപദേശ ശതകമാണ്. 133 കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? ആരാ? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ, ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ്. 134 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണല്ലേ. യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ്? യുഗപുരുഷൻ എന്ന് പറയുന്ന ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ്? ആരുടെ ജീവിത കഥയാ? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. 136 കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാ? KP കേശവമേനോൻ്റെ ആണ് കേട്ടോ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാ? KP കേശവമേനോൻ്റെ ആത്മകഥയാണ്. 137 സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. സമത്വ സമാജം സ്ഥാപിച്ചതാരാ? വൈകുണ്ഠ സ്വാമികളാണ്. 138 മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി. 139 മാറുമറക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂറിലെ രാജാവാരാം? മാറുമറക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് നൽകിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാ? ഉത്രം തിരുനാളാണ് അല്ലെ, ഉത്രം തിരുനാള്. 140 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ലഭിച്ച വർഷം ഏതാണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ലഭിച്ച വർഷം 1859 141 ചോദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 1888. 42 ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വതും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വചനങ്ങൾ രേഖപ്പെടുത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വചനങ്ങൾ രേഖപ്പെടുത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? ഏത് ക്ഷേത്രത്തിലാ? അരുവിപ്പുറം ക്ഷേത്രത്തിൽ അല്ലെ, അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ഇനി 143 ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? TK മാധവനാണ്. TK മാധവനാണ്. 144 ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ ഏതായിരുന്നു? സവർണ ജാഥയാണ്, സവർണ ജാഥ. 145 വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ്. 146 ചോദ്യം, സവർണ ജാഥക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാ?
സവർണ ജാഥക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? മന്നത്ത് പത്മനാഭനാണ്. 147 ജാതി നാശിനി സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാ? ജാതി നാശിനി സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാ? ആനന്ദ തീർത്ഥനാണ് അല്ലെ. ഓപ്ഷൻ ഡി ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത്. ഇനി 148 ചോദ്യം, ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് അല്ലെ. ശുഭാനന്ദ ഗുരുദേവനാണ്. 149 ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആനന്ദ മഹാസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? BSY അല്ലെ. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 150 ചോദ്യം, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാ? ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു ആണ്. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാ? ഡോക്ടർ പൽപ്പു ആണ്. 151 ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? കുമാര ഗുരുദേവനാട്ടോ. കുമാര ഗുരുദേവൻ. 152 VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് ഏതാ? താഴെ തന്നിരിക്കുന്നതിൽ VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചത് ഏതാ? യോഗക്ഷേമ സഭയാണ്. 153 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. 154 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാ? മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. മന്നത്ത് പത്മനാഭനാണ്. 155 അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? അരയ സമാജം സ്ഥാപിച്ചത് ആരാ? പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ചത് ആരാ? പണ്ഡിറ്റ് കറുപ്പനാണ്. 156 ആത്മവിദ്യാസംഘം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. 157 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? അയ്യങ്കാളി അല്ലെ. ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. 158 ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 159 ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ്. 160 ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇത്രയാണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചതും പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യണേ ഇത്.